ഹലോ, അസ്സാം വലൈക്കും. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നതിൽ കൂടുതലായിട്ടും ചെയ്യുന്നതാവും നമ്മുടെ മുളക്, തക്കാളി എന്നുള്ള കൃഷികൾ. പക്ഷേ ഈ കൃഷിയിൽ നമുക്ക് വരുന്ന വലിയൊരു പരാജയം നിന്ന് ഈ പൂക്കളൊക്കെ തന്നെ ഇട്ട് വരുന്ന സമയത്ത് ഈ ഒരു ചെടി വാടിപ്പോകുക, അതല്ലെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകുക, അതല്ലെങ്കിൽ പൂക്കൾ ഉണ്ടായിട്ട് കൊഴിയൊന്നുമില്ല, പൂക്കൾ കായാവുന്നുമില്ല, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ തന്നെ വരുന്നുണ്ടല്ലേ. അപ്പം അതിന് എനിക്കറിയാവുന്ന കുറച്ച് പരിഹാര മാർഗ്ഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാൻ പോണത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി ചെടികൾ ഇവിടെ പൂക്കളൊക്കെ ഇട്ട് അതുപോലെ കായ്കളൊക്കെ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് നല്ല രീതിയിൽ വെയിലിന് ചൂടുള്ള ഒരു സമയം കേട്ടോ. അപ്പം നമ്മൾ തക്കാളി ചെടി വെക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ഏറ്റവും കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും അതിൻ്റെ മെയിനായിട്ടുള്ള തണ്ടിൽ വെയിൽ കൊള്ളുന്ന രീതിയിലായിരിക്കണം നമ്മൾ തക്കാളി ചെടി വെക്കേണ്ടത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു പൂക്കളൊക്കെ ഇതുപോലെ മഞ്ഞ പിടിച്ചിട്ട് കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പം ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ചിലത് ആൺപൂക്കളായിട്ട് അതങ്ങനെ കൊഴിഞ്ഞു പോകും, അതല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കളൊക്കെ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകും. അതല്ലാതെ പരാഗണം നടക്കാത്ത ഒരവസ്ഥയിൽ പൂക്കൾ ഇതുപോലെ കൊഴിഞ്ഞു പോകും കേട്ടോ. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പരാഗണം നടക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും മറ്റുള്ള പൂച്ചെടികൾ ഈ ഒരു തക്കാളി ചെടി ഉള്ള സ്ഥലത്ത് കൊണ്ടുവെക്കുകയാണെങ്കിൽ അതിൽ വരുന്ന പൂമ്പാറ്റകൾ വന്നിട്ട് അങ്ങനെ പരാഗണം നടക്കും. അതല്ലെങ്കിൽ നമ്മൾ രാവിലെ സമയങ്ങളിൽ ജസ്റ്റ് നമ്മളൊന്ന് കൈ വെച്ചിട്ട് ആ പൂക്കളിലൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയും പരാഗണം നടക്കും. പിന്നെ ഇതുപോലെ അടിഭാഗത്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ മണ്ണിട്ട് കൊടുക്കുക. ഏകദേശം ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് മുകൾ ഭാഗത്തേക്ക് കൂട്ടി നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. ഇതുപോലെ വേര് പുറത്ത് കാണുന്ന ഒരവസ്ഥയിൽ നമ്മളെ ചെടി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലുള്ള പൂക്കൾ കൊഴിഞ്ഞു പോകുകയില്ല, അതായത് കായ്കൾ ആവുകയില്ല. അതേ ഒരു അവസ്ഥയിൽ നമുക്കൊന്ന് നിൽക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ പറ്റുന്നത് ഗ്രോ ബാഗ് വരെ ഫുള്ളാകുന്നത് വരെയും മണ്ണിട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ വല്ല കുപ്പിയോ വല്ല പൈപ്പുകളൊക്കെ മുറിച്ച് വെച്ചിട്ട് അങ്ങനെ നമുക്ക് അതിൻ്റെ തണ്ടിൽ ചേർത്തിട്ട് മണ്ണിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ചെടിയിൽ ഉണ്ടാകുന്ന എല്ലാ പൂക്കളും കായ്കളായി മാറുകയും അതോടൊപ്പം തന്നെ ചെടിയിൽ ഒരുപാട് കാലം പൂക്കളും കായ്കളൊക്കെ വീണ്ടും വീണ്ടും നിറഞ്ഞു വരാനും അങ്ങനെ ചെയ്യുന്നത് സഹായിക്കും കേട്ടോ. പിന്നെ പൂക്കളൊട്ടും തന്നെ ഇടാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിയിൽ ആദ്യ സമയങ്ങളിൽ, അതായത് ചെടി നട്ടത് മുതൽ പൂക്കൾ വരുന്നത് വരെയും നമ്മൾ നല്ല രീതിയിൽ തന്നെ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പൂക്കൾ വന്ന് തുടങ്ങിയതിൻ്റെ ശേഷം ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു, സ്യൂഡോമോണസ് കൊടുക്കുക. അതിന് ശേഷം 10 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാൽസ്യത്തിനുള്ള എന്തെങ്കിലും കൊടുക്കുക കേട്ടോ. അതായത് കുമ്മായോ നീട്ടുകാക്കയോ ചുണ്ണാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. പിന്നെ അതിൻ്റെ ശേഷമാണ് 10 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊട്ടാസ്യം കണ്ടൻ്റ് ആയിട്ടുള്ള നല്ല വളങ്ങൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കൂടുതലായിട്ട് നമ്മൾ സ്ലറി ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നതിലൂടെ അത് പെട്ടെന്ന് ചെടിയിൽ വലിച്ചെടുക്കാനും റിസൾട്ട് കിട്ടാനും ഒക്കെ നമുക്ക് സഹായകമാവും കേട്ടോ. നമുക്ക് പൊട്ടാസ്യം കണ്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്നത് നമ്മുടെ ചാരം തന്നെയാണ്. അപ്പോൾ നമുക്ക് പറ്റുന്നതും ചാരം കഞ്ഞിവെള്ളത്തിൽ കലക്കിയതിന് ശേഷം നേർപ്പിച്ചിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം പൂവിട്ട് കൊടുക്കുന്ന എല്ലാ ചെടികൾക്കും, അതായത് മുളക് ചെടിയാണെങ്കിലും തക്കാളി ചെടിയാണെങ്കിലും വെണ്ടയോ വഴുതന ഇങ്ങനെയുള്ള എല്ലാ ചെടികൾക്കും നമുക്ക് ഈ ഒരു ചാരം കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ വിത്തുകൾ കിളിപ്പിച്ചെടുക്കുന്നത്, തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ രീതിയിലാണ് കേട്ടോ. നമ്മുടെ ഏതെങ്കിലും നട്ട് വെച്ചിട്ടുള്ള ഒരു ഗ്രോ ബാഗിൽ ഇതുപോലെ വിത്തുകളൊക്കെ ഇട്ട് കൊടുക്കും. അത് നല്ല രീതിയിൽ തന്നെ മുളച്ച് വരികയും പിന്നെ ഇതിൽ നിന്നാണ് ഞാൻ മറ്റുള്ള ഗ്രോ ബാഗിലേക്കൊക്കെ മാറ്റി വെക്കുന്നത് കേട്ടോ. അപ്പം ഈ രീതിയിൽ നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് ഇതുപോലെ വിത്തുകൾ മുളപ്പിച്ചെടുത്തിട്ട് നമ്മുടെ തൈകളൊക്കെ മാറ്റി നടാവുന്നതാണ്. പിന്നെ ചില ആളുകൾ നമ്മുടെ വീട്ടിൽ തക്കാളി ഉണ്ടായി കഴിഞ്ഞാൽ ആ തക്കാളിക്ക് കട്ടി കൂടുതൽ, അതുപോലെ തന്നെ തക്കാളി വലുതാവുന്നില്ല, തക്കാളിക്ക് കളറ് വരുന്നില്ല, രുചിയില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ മാറിക്കിട്ടാനായിട്ട് നമുക്ക് ചെടികളിൽ എപ്സം സാൾട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ചെടികൾക്ക് താങ്ങ് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചെടികൾ കൂട്ടമായിട്ടും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെടികൾ പെട്ടെന്ന് തന്നെ പരാഗണം നടക്കുകയും ചെയ്യും. എല്ലാ പൂക്കളും തന്നെ കായ്കളായിട്ടും ഒക്കെ തിങ്ങി നിറഞ്ഞു വരും കേട്ടോ. അപ്പം ഇതിവിടെ എനിക്ക് ഇപ്പം ഉണ്ടായി തുടങ്ങുന്ന തക്കാളികളാണ്. അപ്പം ഞാൻ മുമ്പ് എനിക്ക് ഉണ്ടായി പിടിച്ചിട്ടുള്ള തക്കാളികളെയും കൂടി ഒന്ന് കാണിച്ചു തരാം.
അപ്പോൾ ഇതൊക്കെ നമുക്കിവിടെ ആദ്യം പിടിച്ചിട്ടുള്ള തക്കാളികളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ ഏകദേശമൊക്കെ വിളവെടുത്ത് എല്ലാം കഴിഞ്ഞതാണ്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് വീണ്ടും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്ത് വിളവെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലെ കൃഷി ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഒരു വയലറ്റ് മുളകാണ് കേട്ടോ. അപ്പോൾ ഈ വയലറ്റ് മുളകിൻ്റെ വിത്തൊക്കെ ഞാനിവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതും കൂടി നമുക്കൊന്ന് പാകി മുളപ്പിച്ച് ഒരുപാട് തൈകളാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും ഒന്നും തന്നെ മറക്കരുത്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.